അദ്ദേഹം ഒരു സിനിമാ കുടുംബത്തിലാണെങ്കിലും ഒരു സിനിമയുടെ പല പ്രശ്നങ്ങളും എല്ലാം, കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ പല സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഉദയ പ്രൊഡക്ഷൻസ്, നമുക്കറിയാം കുഞ്ചാക്കോൻ്റെ മകൻ ബോബൻ കുഞ്ചാക്കോ അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കുറേ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയമൊക്കെ എല്ലാ പ്രശ്നങ്ങളിലൂടെയും കുഞ്ചാക്കോ കടന്നു പോയിട്ടുണ്ട്, ചെറുപ്പത്തിൽ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും സിനിമയിൽ വരണമെന്നൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഒരു ബാലതാരമായിട്ട് ചെറിയൊരു സിനിമയിൽ പണ്ട് ധന്യ എന്ന് പറഞ്ഞ ഫാസിലിൻ്റെ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുള്ള ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അത് വേഷമൊന്നും പറയാൻ പറ്റില്ല, അതിനൊരു സീനിലെന്തോ വന്നു പോയിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ ഫാസിലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കുഞ്ചാക്കോനെ അഭിനയിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത്, അപ്പോൾ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയമാണ്. അന്ന് ഒരൊറ്റ സിനിമ കൊണ്ട് അതുപോലെ ഒരു നടൻ എനിക്ക് തോന്നുന്നത് അതിന് മുമ്പും അതിന് ശേഷവും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരുപാട് നടന്മാരുണ്ട്, നമുക്കിപ്പോൾ ശങ്കറിനെ പറയാം, അതുപോലെ തന്നെ റഹ്മാനെ പറയാം. പക്ഷേ റഹ്മാൻ കൂടെ എവിടെ കഴിയുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെയും നമ്മുടെ കാണാമറയത്ത് കഴിയുന്നു, അങ്ങനെയൊക്കെയാണ് റഹ്മാൻ സ്റ്റാർ ആയത്. ശങ്കർ ആണെങ്കിൽ ഓൾറെഡി തമിഴിൽ ക്ലിക്കായി, പിന്നെ മലയാളത്തിൽ മഞ്ഞു വിരിഞ്ഞ പൂക്കൾ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് വരും സ്റ്റാറായി. പക്ഷേ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു സ്റ്റാർട്ടം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തരത്തില്ല. കാരണം അപ്പോഴേക്കും ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പോലും മീഡിയ വേറൊരു തരത്തിൽ, മാഗസൈൻസിലൂടെയും ടി വി ഒക്കെ ആയിരുന്നു കൂടുതൽ. കാരണം മഞ്ഞു വിരിഞ്ഞ പൂക്കളുടെ സമയത്തൊന്നും അങ്ങനെ എല്ലാ വീടുകളിലും ടി വി ഉള്ള സമയമല്ല. പക്ഷേ അനിയത്തിപ്രാവ് ഇറങ്ങിയപ്പോഴേക്കും ടി വിയും ഈ പറഞ്ഞ പോലെ കാസറ്റും, അത് കണ്ട് അനിയത്തിപ്രാവ്, അന്ന് അനിയത്തിപ്രാവിൻ്റെയൊക്കെ വ്യാജ കാസറ്റുകൾ ഇറങ്ങിയതൊരു സമയമായിരുന്നു. ഇപ്പം നമുക്കറിയാം, അന്ന് വ്യാജ കാസറ്റുകൾ തിയേറ്ററിൽ കളിക്കുമ്പോൾ തന്നെ ഇറങ്ങും. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇത് കണ്ട് മറ്റേ ചോര കൊണ്ട് കത്തെഴുതുക, അന്നത്തെ ചില മാഗസീൻസൊക്കെ ഇത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം. കുഞ്ചാക്കോന് വന്ന കത്തുകളിലൊക്കെ അദ്ദേഹം ആ കത്തുകളുടെ മുമ്പിൽ നിൽക്കുന്നതും അത് നോക്കി ചിരിക്കുന്നൊക്കെ പല സ്റ്റിൽസൊക്കെ കണ്ടിട്ടുണ്ട്.